കോഴ ആരോപണത്തിൽ കെ.എം. മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയത് എങ്ങനെ നേരിടും എന്നാണ് ഭരണപക്ഷത്തെ അലട്ടുന്ന പ്രശ്നം. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ കെ.എം. മാണി നടത്തുന്ന നീക്കങ്ങളും ഇനി പ്രധാനമാകും. ബാർക്കോഴ ആരോപണം ഉയർന്നത് മുതൽ കെ.എം. മാണിക്ക് സംരക്ഷണ വലയം തീർത്ത സർക്കാരിന്റെയും UDF-ന്റെയും പ്രതിരോധം കേസ് രജിസ്റ്റർ ചെയ്തതോടെ കൂടുതൽ ദുർബലമായെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കെ.എം. മാണിയെ തുടർന്നും രാഷ്ട്രീയമായി സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് UDF-ൽ ഉയരുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന പ്രക്ഷോഭത്തെ എങ്ങനെ നേരിടും എന്നത് പ്രധാനമാണ്. അതേസമയം പ്രശ്നം ഉയർന്നു വന്ന ദിവസം പ്രതിപക്ഷം സഭയിൽ എതിർപ്പുയർത്താത്തതാണ് ഭരണപക്ഷത്തിന് ആശ്വാസമേകുന്നത്. FIR രജിസ്റ്റർ ചെയ്തതോടെ കേരള കോൺഗ്രസും കെ.എം. മാണിയുമാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. കോഴ ആരോപണം ഉയർന്നതു മുതൽ പ്രതിസന്ധിയിലായ കേരള കോൺഗ്രസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കൂടുതൽ വിഷമവൃത്തത്തിലായി. കോൺഗ്രസിലെ ഉന്നതർ നടത്തിയ ഗൂഢാലോചനയെന്ന് സംശയം പങ്കുവയ്ക്കുമ്പോഴും തുറന്നു പറയാൻ കേരള കോൺഗ്രസിന് ഇപ്പോഴും ധൈര്യം പോരാ. മറുഭാഗത്ത് വിജിലൻസ് ആകട്ടെ അന്വേഷണം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. വിജിലൻസിന്റെ തലപ്പത്തുള്ള ഡയറക്ടർ വിൻസെന്റ് പോൾ, ADGP ജേക്കബ് തോമസ് എന്നിവരുടെ കടുത്ത നിലപാടാണ് അന്വേഷണ സംഘത്തിനും ശക്തിയേകുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ കേസെടുത്താലുള്ള പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം വിജിലൻസിലെ ഉന്നതർ സ്വീകരിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങൾക്ക് വിജിലൻസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതിയ സന്ദേശം നൽകുന്നതാണ് ഈ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.